children, the people who had lead their life compassionately and have been the best existing parents to their children, who Shiba Chichi and Hukam Dean uncle to the stage. രണ്ടുപേരും വരൂ. ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനി എവിടെ? ഓക്കെ വാ. കുക്കു അങ്കിൾ പ്ലീസ് കം ടു ദ സ്റ്റേജ് പ്ലീസ്. കുക്കു അങ്കിളിന് മലയാളം അറിയാം, പക്ഷെ പറയാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യു ക്യാൻ ടോക്ക് ഇൻ മലയാളം, ദാറ്റ്സ് ഓക്കെ. സ്ലോ മോഷൻ വരണേ. For Ayan and Sarah, you have to listen. This is your precious day. You have to remember this day forever. Okay? മറക്കരുത്. സാറക്കുട്ട മറക്കോ? Do you forget this day? No? Okay. ഓക്കെ, ഇനിയിപ്പോൾ എന്നാ പരിപാടി? നമുക്ക് നമ്മുടെ അച്ഛനെ വിളിക്കണ്ടേ? വികാരി അച്ഛനെ വിളിക്കണ്ടേ? അച്ഛൻ എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് നോക്കിയിരിക്കുവാണേ. ഓ, അച്ഛനോട് വരുന്നുണ്ട്. അച്ഛന് ഭയങ്കര സ്നേഹവും കരുണയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. നമ്മുടെ മറ്റേ അജിത്ത് അച്ഛനെ കൂടെ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി എന്നാ അടുത്ത പരിപാടി? നമുക്ക് നമുക്കറിയാം ഷീബ ചേച്ചിയെ പോലെയും കുക്കുങ്ങളെ പോലെയും ഈ ദിവസത്തിന് വേണ്ടി അതിയായി ആഗ്രഹിച്ച 2 പേരൂടെ ഉണ്ടല്ലേ. ഒരാൾ ഇവിടെ ഇല്ല, അസാന്നിധ്യത്തിൽ. ഒരാൾ മരിച്ചുപോയി. ഓക്കെ, പോട്ടെ, സാരമില്ല, ദൈവത്തിൻ്റെ ഒരിക്കലുണ്ട്. അപ്പോൾ അടുത്ത 2 പേരെ നമുക്ക് വിളിക്കണ്ടേ ഈ സ്റ്റേജിലേക്ക്? എന്തേ ഇവരുടെ അമ്മച്ചി? എന്തേ തലതൊട്ടപ്പന്മാരോ? എന്തേ അമ്മച്ചി? അമ്മച്ചി എന്തേ? വാന്നേ, അമ്മച്ചിക്ക് ഭയങ്കര നാണമാണേ. ഓക്കെ, ഷിബു ചാച്ചൻ. അമ്മച്ചി ഒന്ന് നിന്നേ, ഷിബു ചാച്ചനോട് വരട്ടെ. ഓ, ഒന്ന് നിൽക്കുന്നേ. ഓക്കെ, 2 പേരുടെ കൈ കൊടുത്തെങ്കിൽ വാ. ഓക്കെ, ചിരിച്ചേന്നേ, ഫോട്ടോയ്ക്കകത്തൊക്കെ കിട്ടുന്നതല്ലേ. അതെ കണ്ടോ, ചേച്ചി അങ്ങ് പൊട്ടിച്ചിരിക്കുക. ദേ ചേട്ടന്മാരെ, ക്യാമറയ്ക്കകത്ത് കിട്ടിക്കോണം കേട്ടോ. ഇല്ലെങ്കിൽ പൈസ തരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മുടെ അജിത്തച്ഛന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിനു മുന്നേ ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഇവർക്കൊരു ആശംസ പറയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. ആർക്ക് വേണമെങ്കിലും വരാം. തങ്കച്ചായോ, ഇതെന്നാന്നേ താടിക്ക് പോയി കൊടുത്തിരിക്കുന്നേ? വാന്നേ, വാ. ഓ, അച്ഛൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, പോട്ടെ. രായിച്ചായോ, എല്ലാവരും അച്ഛൻ്റെ പരിപാടി കഴിഞ്ഞ് വെച്ചിരിക്കുവാന്നേ. എന്നാ അപ്പനും അമ്മയ്ക്കും വല്ലതും പറയാനുണ്ടോ പിള്ളേരോട്? വെയിറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഓക്കെ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് അങ്ങനെ ഇവള് പറയുന്ന ഒന്നും സംസാരിക്കാൻ അറിയില്ല. എങ്കിലും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഈ ഒരു ഇവൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് നാളുകൾ എടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ഈ ഒരു നിമിഷത്തിൽ എല്ലാം ദൈവം സഹായിച്ച് ഇത്രത്തോളം എത്തി. അതിനാദ്യമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൂടാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അയാൻ ആൻഡ് സാറ, ഞാൻ ഭയങ്കര ഇമോഷണലാവും. ഐ നോ, എനിക്കറിയാം. എന്നാലും പറയാണ്, അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അവർക്ക് ഒരു ബാപ്റ്റിസം ചെയ്യണമെന്ന്. എന്തായാലും അതിന് ദൈവം സഹായിച്ചു. അതിനായിട്ട് ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും വരുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. അതിനായി എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ട് സ്വാഗതമൊക്കെ ഇവരുണ്ട് പറയാനായിട്ട്. എൻ്റെ ചെറിയ വാക്കിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. യു വാണ്ട് ടു സേ സംതിങ്?
Just wish them. That's okay. Hello, good evening, everyone. As you all know, we have been gathered here to celebrate my children's baptism. It was one of biggest dream of my wife. Since 18 years, we have been married. She has been telling me like about um, uh, this marriage plus baptism. So it's really like I'm very happy to see her happiness. You can see she's very emotional every time. Like when these two words comes, wedding and baptisms, she cannot control her tears. So she is very happy. So I am happy in her happiness. And thank you all for making this occasion, this event very successful. And we are very thankful and grateful to you all. Hope you all will enjoy this event and evening. Okay. Thank you, everyone. Thank you, guys. And you want to say something? എന്നാ ഒരു പാട്ട് കേൾക്കാമല്ലേ? അവർക്ക് അറിയാവുന്ന ഒരു പാട്ട്. അയ്യോ, അതിനു മുൻപ് ഒരു മിനിറ്റ്. ഇത്രയും നല്ല ആശംസകൾ തന്ന അമ്മയ്ക്കും അപ്പനും ഒരു കയ്യടി കൊടുക്കണ്ടേ? ഒന്ന് ഉറച്ച ശബ്ദത്തിൽ കയ്യടി കൊടുത്തേ. ആ, അങ്ങനെ. ഓക്കെ, എന്നാ പാട്ട് കേട്ടാലോ? Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. താങ്ക് യു. നമ്മൾ ഇത്രയും നേരം എല്ലാവരെയും കാത്തിരുത്തിയ ആള് വന്നല്ലേ? ആരാ അത്? അജിത്തച്ഛനാണോ?
അച്ഛൻ വരാൻ വേണ്ടിയാ കേട്ടോ ബിറ്റു അച്ഛൻ നോക്കിയിരുന്നേ. ഞങ്ങൾ സ്റ്റേജിലോട്ടൊന്നും വിളിച്ചിട്ട് വന്നില്ല. എൻ്റെ അജിത്തച്ഛൻ വരാതെ ഞാൻ വരികയില്ലെന്നാ പറഞ്ഞേ. എന്നാലും നമുക്ക് അച്ഛന്മാരെ വിളിച്ചാലോ? Now, with a word of respect and gratitude, we welcome our dear Achans, Reverend Father Bittu K. Mani Achan and Ajithan to the stage. And blessings, you have to bless our children, and you have to pray for them. Please, Achan, please come to the stage. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ഏവരുമേ, ഇന്ന് ആമുഖത്തിൽ ഷീബ ഈ കൂടിവരവിനെക്കുറിച്ചും ദൈവം നൽകിയ സ്നേഹത്തെയും കരുതലിനെയും അനുഗ്രഹത്തെയൊക്കെ സ്മരിച്ചുകൊണ്ട് നന്ദിയോടെ ചില വാക്കുകളോടെ പങ്കിട്ടു. നമ്മളിന്ന് കൂടി വന്നതും ആ സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ അല്പസമയം പങ്കിടുവാനുമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഷീബായുടെയും ഡീൻ്റെയും മക്കൾ അയാനും സാറായും വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളായ ദിവസമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ആഘോഷം രാവിലെ വിശുദ്ധ ആരാധനയായിരുന്നു. മാമോദീസ കൂദാശ രാവിലെ നിർവഹിക്കപ്പെട്ടു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം അതുതന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുഗ്രഹകരമായ ശുശ്രൂഷയുടെ ദൈവമക്കളായി ആ വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മളൊക്കെ ഇന്ന് എല്ലാവരെയും രാവിലത്തെ ആരാധനയിൽ കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ടുള്ള അവസരം ഉണ്ടായില്ല. എല്ലാവരും വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ചും ദൈവം നൽകിയ അനുഗ്രഹത്തെ ചേർത്ത് പിടിച്ച് അനുഗ്രഹകരമായ സാക്ഷ്യത്തോടെ ഒരു കുടുംബജീവിതം നയിപ്പാനും ഷിബായ്ക്കും ഡീനും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ അയാനും സാറായും നമുക്കറിയാം, അവർ ദേവാലയ ബന്ധത്തിൽ തന്നെ ആയിരുന്നു അവരുടെ ജീവിതം. എന്നാൽ അതിൻ്റെ പൂർണ്ണത, ഔദാശികമായ ഒരു പൂർണ്ണതയിലേക്ക് വന്ന സന്തോഷത്തിൻ്റെ ദിനം കൂടിയാണ്. എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഒരു വാക്ക് അജിത്തച്ഛനും ആശംസ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ ചടങ്ങിന് ഇന്നത്തെ ക്രമീകരണങ്ങൾക്ക് ആരംഭം കുറിക്കും. ഒന്നിനായ അച്ഛൻ, സ്നേഹമുള്ള എല്ലാവരുമേ, അച്ഛൻ പറഞ്ഞതിനപ്പുറം തന്നെ ഒന്നും പറയാനില്ല. സത്യത്തിൽ കൗദാശികമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സഭയുടെ നടുവൈതലായി ഇവർ രണ്ടുപേരെയും സ്ഥാപിക്കപ്പെട്ട് ശുദ്ധമായ കൂദാശയിലൂടെ രണ്ടുപേർക്കും സാറ എന്നും മാത്യു എന്നും ഒരു പുതിയ പേരൊക്കെ നൽകി അവർ രണ്ടുപേരെയും സഭ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നു. രണ്ട് മക്കൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരുന്നു. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത് തന്നെ അർഹമോൻ കാരുണ്യവാനും സ്വർഗസ്ഥനുമായ പിതാവാൻ ദൈവമേ, അവിടുത്തെ മക്കളാണ് ഞങ്ങൾ തിരുമുമ്പാകെ തലകളെ വണങ്ങുന്നു. നാഥ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. നാഥ, നിങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നു, കണ്ണുകൾ ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകമായി പുതിയ കുടുംബം, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെയും എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നാഥ, മാമോദീസ എന്ന കൂദാശയിലൂടെ അവിടുത്തെ സഭാഗാത്രത്തോട് ചേർക്കപ്പെട്ട ഈ മക്കൾ അവിടുത്തെ മുദ്രയുള്ളവരും അവിടുത്തെ മുറോൻ്റെ പരിമളത്താൽ ഈ ലോകത്തിൽ പ്രശോഭിക്കുന്നവരുമായി മാറി തീരുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൃപകളാൽ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഞങ്ങളുടെ പരീക്ഷയെ വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയത് വിശുദ്ധിയായ ദൈവമാതാവിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും ഞങ്ങളുടെ പിതാവ് പത്രോസ് ശ്ലീഹായുടെയും സകല ശുദ്ധിവാന്മാരുടെയും ശുദ്ധികളുടെയും പ്രാർത്ഥനകളാലും
അപേക്ഷകളാലും തന്നെ ആമേൻ. ഞങ്ങളുടെ പിതാവേ, കടങ്ങളും പാപങ്ങൾ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മാത്രവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധമുള്ള നിവർത്ത മറിയമേ, ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കേക്ക് കിട്ടിയാൽ വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ഫാമിലി കൂടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടേ? അച്ഛന്മാരുടെ 2 ഫാമിലിയും ഈ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അങ്ങനെയല്ല, എന്നെ കറക്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ, സോറി. കയറി വായോ, ഇതെല്ലാം നമ്മുടെ കുടുംബക്കാരല്ലേ മൊത്തം. കയറി വാ. ബിറ്റുവച്ചൻ്റെ എല്ലാ മക്കളും വന്നിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബിറ്റുവച്ചൻ്റെ ഒരു മകൻ മാത്രമേ വന്നിട്ടുള്ളൂ, അജിത്തച്ഛൻ്റെ ഒരു കുഞ്ഞാവ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞുകൊണ്ടാണേ. എന്നാൽ പിന്നെ ഇനി നമുക്ക് കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ? എന്നാ പറയുന്നു? എല്ലാവരും കൈയടിക്കുവാണെങ്കിൽ നമുക്ക് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്തേക്കാം. അത്രയേ ഉള്ളൂ. എല്ലാവരും ആ ഫോട്ടോ ചേട്ടന്മാർ പറയുന്നതനുസരിച്ചൊന്ന് ചെയ്തേക്കണേ. അമ്മച്ചി, Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. എൻ്റെ ചേട്ടാ ഒന്ന് വേഗം സെറ്റ് ചെയ്ത്, ഞങ്ങളുടെ കൊച്ച് വെയിറ്റ് ചെയ്യുന്ന കാണുന്നുള്ളൂ. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me. Let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. കുറച്ച് വിഷമിരിക്കുവാണ്. I worship your holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons ഈ for അച്ഛന്മാർക്ക് കേക്ക് കൊടുക്കേണ്ടതാണ്. to find. അച്ഛൻ ചോദിക്കുകയാണ്, ഒരു മിനിറ്റ്, അച്ഛൻ ചോദിക്കുവാണേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന്. പാവന്റെ അച്ഛൻ്റെ കൊച്ച് മാത്രമേ കൈയടിച്ചുള്ളൂ. എന്നിട്ട് അച്ഛൻ ചോദിക്കുക കേക്കൊന്നും കൊടുക്കാതെ ഇറങ്ങിക്കോട്ടെ എന്ന്. പറ്റുമോ അത്? എന്നാ ചോദ്യം അല്ലേ? Worship your holy name. Bless you, Lord. ഇനി നമ്മുടെ വാഴപ്പള്ളിയുടെ നെടും തൂണുകളായ 2 അച്ഛന്മാരാണ്. എല്ലാവരും നല്ല കയ്യടി കൊടുക്കണേ. നമ്മുടെ സ്വന്തം അജിത്തച്ഛനാണ്. ആ
ഫോട്ടോ ഒന്ന് എടുത്തേന്നേ. എന്നാ നീ കൈയടിക്കാൻ ഇത്ര മടി? ഈ മലയാളികൾക്ക് എല്ലാം ഉള്ളതാ ഈ കൈയടിക്കാൻ എല്ലാം മടി. അതിനൊക്കെ നീ ഞങ്ങളുടെ തമിഴ്നാട്ടിലോട്ട് വരണം കേട്ടോ. എന്നാ കൈയടിയാവുന്നു, ചുമ്മാ അങ്ങ് കൈയടിച്ചോളൂ. അങ്ങനെ നമ്മുടെ ബിറ്റു അച്ഛൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ സമാധാനത്തോടെ മിക്കവാറും ഇപ്പം ഇറങ്ങും. മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയേ, നമ്മുടെ ബിറ്റു അച്ഛൻ അടുത്ത വർഷം ഇവിടെ ചേച്ചി അടുത്ത വർഷം വരുമ്പോഴും ബിറ്റു അച്ഛൻ ഇവിടെ കാണണമെന്ന് ചേച്ചി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനുണ്ടാകുമോ? അച്ഛനുണ്ടാകുമെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അജിത്തച്ചോ ഒന്നും പറയാനില്ലായോ? കൊച്ചു പറയുന്നു. അവരൊരു ഫോട്ടോ എടുത്തോട്ടെ കേട്ടോ. നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വേറൊരു പരിപാടിയിലേക്ക് കടന്നാലോ? എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന അരുണച്ചാച്ചനെ അറിയാമോ? അരുണച്ചാച്ചോ പോയോ? സോറി കണ്ടില്ല കേട്ടോ. അരുണച്ചാച്ചൻ അറിയാവോ? നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ അനുഗ്രഹീത ഗായകനാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഫ്ലവേഴ്സ് കോമഡി ഷോയിലൊക്കെ വന്നിട്ടുണ്ട്. അരുണച്ചാച്ചൻ പാട്ടൊക്കെ പാടിയിട്ടുള്ളതാണേ. എല്ലാവരുടെയും ഫോണൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പാടിയിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നമുക്ക് അരുണച്ചാച്ചനെ ഈ പ്രോഗ്രാം ഒന്ന് കൊഴിപ്പിക്കാൻ വിളിച്ചാലോ? നിങ്ങൾ എന്നതാണേ കൈയടിക്കാൻ പഠിക്കുന്നേ? ഒന്ന് കൈയടിക്കുന്നേ. ഓക്കെ അരുണച്ചാച്ചോ വായോ. ഓക്കെ അരുണച്ചാച്ചൻ്റെ കയ്യിലോട്ട് ഞാൻ മൈക്ക് കൈമാറാൻ പോവാണ്. ഇനി അരുണച്ചാച്ചൻ്റെ വക അടിച്ചു പൊളി ഒരു പാട്ടാ. ഓക്കേ താങ്ക് യു. വളരെ മനോഹരമായിട്ടിവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഇവിടെ ആങ്കർ ചെയ്ത പ്രിയപ്പെട്ട ലിയയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിക്കേണ്ട ആവശ്യമില്ല, ശിവ അങ്ങനെ പറയത്തില്ല. എങ്കിലും എല്ലാവിധമായ നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു. നമുക്കൊരു മനോഹരമായൊരു കുടുംബജീവിതത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു ഗാനത്തിലേക്ക് കിടക്കാം. പഴയ ഒരു മലയാള ഗാനമാണ്. എല്ലാവിധമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഗാനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിതൾ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിതൾ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ.
വാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലുതിർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലുതിർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലുതിർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലുതിർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിതൾ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. താങ്ക് യു ഓൾ ഓഫ് യു. ഇവിടെ കുടുംബജീവിതത്തിനെല്ലാമായ എല്ലാവിധമായ ആശംസകളും വീണ്ടും വീണ്ടും നേരുകയാണ്. ഇനി ലിയ എന്തൊക്കെയാണെങ്കിലും പറയാനുണ്ടോ? പ്ലീസ്. ഹലോ, നമുക്കൊട്ടും സുപരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ അവരെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ വന്നിരിക്കുന്നത് ഹാർമണി റെസിഡൻസി നമ്മുടെ ചേച്ചിയുടെ അയൽവക്കക്കാരാണ് കേട്ടോ. ഒന്ന് കൈവക്കാവോ? എല്ലാവരും ഒന്ന് കാണാവോ? ഓക്കെ, വി വെൽക്കം യു. ഓക്കെ ഓക്കെ, ഇനി എന്നാ അടുത്ത പരിപാടി? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും? നമുക്ക് രണ്ട് പെൻഡിങ് ഇല്ലായോ? രണ്ട് ആശംസകൾ പെൻഡിങ് ഇല്ലായോ? തങ്കച്ചായോ ഒളിച്ചിരിക്കുവാന്നോ? ഇങ്ങോട്ട് വാന്നേ. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നൊന്നും ഇല്ല. കേരളത്തിൽ നിൽക്കേണ്ട എന്നെ തമിഴ്നാട്ടിലോട്ട് പറപ്പിച്ചു താന്നേ. ഒരു ചെറിയ വാക്ക് ആശംസ. ഇനി നമുക്ക് തങ്കച്ചായൻ്റെ വക അല്ലേ? രാജായോ അടുത്ത ആളാ, റെഡി ആയിക്കോ. എന്നെയാണോ കമൻ്റ് അടിക്കുന്നത് അവിടെ? ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ട് അവസരം.